ഹലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ അറ്റോമിക് റേഡിയസിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? കോവാലന്റ് റേഡിയസ് ആൻഡ് മെറ്റാലിക് റേഡിയസ്. ഇത് നിങ്ങൾ ക്ലിയറായി പഠിച്ച് കാണും. ഇനി ഞാൻ പറഞ്ഞു മൂന്നാമത്തെ റേഡിയസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാമെന്നാണ് പറഞ്ഞത്. അതിന് പറയുന്ന പേര് വാണ്ടർ വാൾസ് റേഡിയസ് എന്നാണ്. ഓക്കെ, എങ്ങനെയാണ് വാണ്ടർ വാൾസ് റേഡിയസ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക. ഇത് ഞാൻ ഒരു ഫിഗർ വരച്ചിട്ടേക്കാണ്. ഇതും ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? സിംഗിൾ സ്റ്റേറ്റിൽ കാണത്തില്ല. എപ്പോഴും ഏതാണ്? കമ്പൈൻഡ് സ്റ്റേറ്റിൽ മാത്രമേ ആറ്റംസ് കാണത്തുള്ളൂ. ഇതിലെല്ലാം നോക്കുക, ഇത് 1 മോളാണ്, ഇത് സെക്കൻഡ് മോളാണ്. ഓക്കെ, ഈ 1 മോളിൽ തന്നെ 2 ആറ്റംസ് ഉണ്ട്. ഞാൻ അതിനെ നോട്ട് ചെയ്യുകയാണ്. ഇത് ഫസ്റ്റ് ആറ്റം, ഇത് സെക്കൻഡ് ആറ്റം. സെക്കൻഡ് മോളിലും 2 ആറ്റംസ് ഉണ്ട്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പം 2 മോളുകളുണ്ട്. ഇത് 1 മോൾ, ഇത് രണ്ടാമത്തെ മോൾ. ആ ഫസ്റ്റ് മോളിലെ 2 ആറ്റംസ്, ഇത് ഫസ്റ്റ് സെക്കൻഡ്. സെക്കൻഡ് മോളിലാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, എന്താണ് വാണ്ടർ വാൾസ് റേഡിയസ് എന്ന് പറയുന്നതിന് മുമ്പ് നോക്കുക. ഫസ്റ്റ് മോളിലെ സെക്കൻഡ് ആറ്റം ഓർക്കുക. ഫസ്റ്റ് മോളിലെ സെക്കൻഡ് ആറ്റവും സെക്കൻഡ് മോളിലെ ഫസ്റ്റ് ആറ്റവും ഏതാണ്? ഫസ്റ്റ് മോളിലെ സെക്കൻഡ് ആറ്റവും സെക്കൻഡ് മോളിലെ ഫസ്റ്റ് ആറ്റവും തമ്മിൽ എന്താണ്? അതിന്റെ ന്യൂക്ലിയസ് തമ്മിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇത് രണ്ടും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. ഇത് നോൺ ബോണ്ടഡ് ആറ്റംസ് ആണ്. അപ്പൊ ഏതാണ്? ഫസ്റ്റ് മോളിലെ സെക്കൻഡ് ആറ്റവും സെക്കൻഡ് മോളിലെ ഫസ്റ്റ് ആറ്റത്തിന്റെയും ന്യൂക്ലിയസുകൾ തമ്മിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ സെന്ററുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈനുകൾ അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ച് ബന്ധിക്കുന്നു. ഇതിന് പറയുന്ന ഈ ലൈനിന്റെ പേര് നമുക്കറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു. ഇതിന്റെ പേരെന്താ? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ്. അതിന്റെ ഇടയിൽ ഞാൻ ഡോട്ടർ ലൈൻസ് വരച്ചിട്ടുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാഫ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, എങ്ങനെ പറയാ? ദ ഹാഫ് ഓഫ് ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 നോൺ ബോണ്ടഡ് ആറ്റം. എന്താണ്? ദ ഹാഫ് ഓഫ് ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 non-bonded atoms are known as van der Waals radius. ഓക്കെ, അത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. 2 മോളുകൾ എടുക്കുന്നു. 1 മോളിൽ 2 ആറ്റംസ് ഉണ്ട്. അതിനെ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് എന്ന് കൊടുത്തു. സെക്കൻഡ് മോളിലും 2 ആറ്റംസ് ഉണ്ട്. അത് എങ്ങനെയാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് മോളിലെ സെക്കൻഡ് ആറ്റവും സെക്കൻഡ് മോളിലെ ഫസ്റ്റ് ആറ്റത്തിന്റെയും ന്യൂക്ലിയസുകൾ തമ്മിൽ ഞാൻ ഒരു ലൈനുകൾ, ന്യൂക്ലിയസിന്റെ സെന്ററുകൾ തമ്മിൽ യോജിപ്പിക്കാൻ ഒരു ലൈൻ വരച്ചു. അതിന് പറയുന്ന പേരാണ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാണ്ടർ വാൾസ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം? ദ ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഓഫ് ഏതാ? 2 നോൺ ബോണ്ടഡ് ആറ്റംസ് ആർ നോൺ ആസ് വാണ്ടർ വാൾ റേഡിയസ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. അറ്റോമിക് റേഡിയസിനെ മെഷർ ചെയ്യാൻ 3 പ്രോസസ്സുകളാണുള്ളത്. ഏതൊക്കെയാണ് അറ്റോമിക് റേഡിയസിനെ മെഷർ ചെയ്യാനുള്ള പ്രോസസ്സുകൾ? കോവാലന്റ് റേഡിയസ്, സെക്കൻഡ് വൺ ഏതാ? മെറ്റാലിക് റേഡിയസ്, തേർഡ് വൺ ഏതാ? വാണ്ടർ വാൾസ് റേഡിയസ്. അപ്പൊ 3 കാര്യങ്ങളും ഓർക്കുക. അറ്റോമിക് റേഡിയസ്, ഇപ്പൊ പീരിയോഡിക് പ്രോപ്പർട്ടിയുടെ 1ാമത്തെ ഡിറ്റർമിനേഷൻ ആണ് അറ്റോമിക് റേഡിയസ്. അതിനെ എന്താണ്? 3 ക്ലാസിഫിക്കേഷനിൽ വരുന്നുണ്ട്. അറ്റോമിക് റേഡിയസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. ഏതൊക്കെയാണ്? കോവാലന്റ് റേഡിയസ്, ഏതാണ്? രണ്ടാമത്തത് എന്താണ്? മെറ്റാലിക് റേഡിയസ്, അടുത്തേത് ഏതാ? വാണ്ടർ വാൾസ് റേഡിയസ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ അറ്റോമിക് റേഡിയസ് കഴിഞ്ഞാൽ ഇനി 2ാമത്തെ ഡിറ്റർമിനേഷൻ ആണ് അയോണിക് റേഡിയസ്. ഓക്കെ, അറ്റോമിക് റേഡിയസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് വെക്കുക. 2ാമത്തത് അയോണിക് റേഡിയസ്. അയോണിക് റേഡിയസ് എന്താണ്? അയോണിക് റേഡിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് റേഡിയസ് പറയുന്നത് പോലെ തന്നെ അല്ലെ. ഞാൻ 2 ആറ്റംസ് എടുക്കുന്നു. 2 ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ തമ്മിൽ ഒരു വര വരച്ചു. അതിന് പറയുന്ന പേരെന്താ? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്.
ദാ ഈ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്ന അയോണിക് എന്താണ് റേഡിയസ് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പൊ എന്താണ്, രണ്ട് ആറ്റംസ് വരച്ചു. രണ്ടാറ്റത്തിന്റെ ഏതാണ്, രണ്ടാറ്റത്തിന്റെ സെന്ററുകൾ നമ്മൾ എന്ത് ജോയിൻ ചെയ്യിപ്പിച്ചു. അതിന് പറയുന്ന പേരാണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അതിന് പറയുന്ന പേരാണ് അയോണിക് റേഡിയസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു രണ്ട് ക്രിസ്റ്റൽ ഫോമാണ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, രണ്ട് ക്രിസ്റ്റൽ ഫോമിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ എന്ത് ചാർജാണ് നമുക്ക് കിട്ടുന്നത്? ഗെയിൻ ചെയ്യുക മീൻസ് നേടുക അല്ലെ. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചാർജാണ് വരുന്നത്? നെഗറ്റീവ് ചാർജും. ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ എന്ത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജുമാണ് വരുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചാർജ് വരുന്നു? നെഗറ്റീവ് ചാർജ് വരുന്നു. ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ എന്ത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജ്. ഞാനൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, സോഡിയം. ശ്രദ്ധിയുടെ സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 11 ആണ് സോഡിയത്തിന്റെ അറ്റോമിക്. ഇതിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? പ്രോട്ടോൺസ് സമം 11 എണ്ണം ഉണ്ട്. ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം ഉണ്ട്. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 11 പ്രോട്ടോൺ ഉണ്ട്, 11 ഇലക്ട്രോൺ ഉണ്ട്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ പറയാം? 2, 8, 1 ആണ്. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ലോസ് ചെയ്യുക. ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചാർജാണ് വരുന്നത്? അപ്പൊ ഒരു ഇലക്ട്രോൺ പോവുകയാണ്. അപ്പൊ എന്തായിട്ട് വരുന്നു? ഇവിടെ Na+ ആയിട്ട് വരൂലേ? ഇലക്ട്രോൺ ലോസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഈ ഒരു ഇലക്ട്രോൺ അങ്ങ് പോയിട്ട് അവിടെ എന്താണ്? പ്ലസ് ചാർജ് വരും. അപ്പൊ നിങ്ങൾ നോക്കുക, ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറിയില്ലേ? പക്ഷേ അവിടെ പ്രോട്ടോണിന്റെ എണ്ണം അപ്പോഴും കറക്റ്റ് അല്ലേ? 11 അല്ലേ? അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണത്തിൽ വ്യത്യാസമില്ല, ഇലക്ട്രോണിന്റെ എണ്ണം എന്താണ്? വ്യത്യാസം. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ലോസ് ചെയ്തപ്പോൾ ഇലക്ട്രോൺ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. അതുപോലെ തന്നെ പ്രോട്ടോണിൽ എന്തില്ല? വ്യത്യാസമില്ല. ഞാൻ വേറെ എക്സാമ്പിൾ എഴുതാം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഓക്കെ, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ 2, 8, 7 ആണ്. ക്ലോറിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 17 പ്രോട്ടോൺ ഉണ്ട്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 17 ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറി? 2, 8, 8 ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്ത് ചാർജ് ആയിട്ട് മാറി? നെഗറ്റീവ് ചാർജ് ആയില്ലേ? അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? പ്രോട്ടോൺ അപ്പോഴും കറക്റ്റ് തന്നെ 17 തന്നെ. ഇലക്ട്രോൺ എത്രയായിട്ട് മാറി? 18 ആയിട്ട് മാറിയില്ലേ? ഇലക്ട്രോൺ എത്രയായിട്ടാണ് മാറിയത്? 18 ആയിട്ട് മാറി. അപ്പൊ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ നേടുമ്പോൾ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജും. ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ എന്ത് ചാർജും വരുന്നു? പോസിറ്റീവ് ചാർജും വരുന്നു. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റോമിക് റേഡിയസുമായി ബന്ധപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടത്. ശ്രദ്ധിക്കുക, നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് ഇതൊരു ആറ്റംസ്, ഇതൊരു വേറെ ആറ്റം. അപ്പം ഇവിടെ എന്താണ്? നമുക്കിവിടെ R എന്താണ്? ആനയോൺ. എന്താണ്? R കാറ്റയോൺ എന്നെഴുതാം. ഓക്കെ, ആനയോണും കാറ്റയോണും അറിയാം, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ്. അപ്പൊ R ആനയോണും R കാറ്റയോണും. ഓക്കെ, ഞാൻ അതിന്റെ ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസുകൾ തമ്മിൽ ഞാൻ ഒരു വര ഉപയോഗിച്ചു. ഇത് R ആനയോൺ, ഇത് R കാറ്റയോൺ. അപ്പൊ അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ്? R ആനയോൺ പ്ലസ് എന്തായിരിക്കും? R കാറ്റയോൺ. അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? R ആനയോണും R കാറ്റയോണും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? അയോണിക് റേഡിയസ് എന്ന് പറയും അല്ലെ. സം ഓഫ് ഏതിന്റെയൊക്കെയാണ്? ആനയോൺ പ്ലസ് കാറ്റയോൺ. അതാണ് എന്ന് പറയുന്നത് അയോണിക് റേഡിയസ്. സംശയമില്ലല്ലോ. അപ്പം അയോണിക് റേഡിയസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇലക്ട്രോൺ ഗെയിൻ എന്ത് ചാർജ്, ഇലക്ട്രോൺ ലോസ് എന്ത് ചാർജ്. ചില അയോണിക് കോമ്പൗണ്ടുകൾ ഞാൻ എഴുതുകയാണ്. ശ്രദ്ധിക്കുക, ഇതൊന്ന് ഓർത്ത് വെച്ചോളാം, പ്രധാനപ്പെട്ടാണ്. O2 മൈനസ്, F മൈനസ്, Na പ്ലസ്,
Mg2+. ചില അയോണിക് കോമ്പൗണ്ടുകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? O2 മൈനസ് F മൈനസ് Na+, Mg2+. വളരെ പ്രധാനപ്പെട്ടാണ് നോക്കുക. O2 മൈനസിന്റെ പേരന്റ് ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. O2 മൈനസിന്റെ പേരന്റ് ആറ്റം എത്രയാണ്? ഓക്സിജൻ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പൊ അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോൺ സമം 8, ഇലക്ട്രോൺ സമം എത്ര? 8. ഓക്കെ, പക്ഷെ ഇവിടെ O2 മൈനസ് അല്ലേ? അപ്പൊ എന്തായി? 2 ഇലക്ട്രോൺ കൂടുതലേ. അപ്പൊ നമുക്ക് എത്രയാണ്? പ്രോട്ടോണിൽ വ്യത്യാസമില്ല, 8 ഇലക്ട്രോൺ. ഇലക്ട്രോൺ എത്രയായിട്ട് മാറി? 10 ഇലക്ട്രോൺ ആയിട്ട് മാറി. അപ്പൊ O2 മൈനസിലെ പാരന്റ് ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ 8 ആകുമ്പോൾ എത്ര പ്രോട്ടോൺ ഉണ്ട്? 8 പ്രോട്ടോൺ ഉണ്ട്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ O2 മൈനസ് ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യണം? 2 ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യണ്ടേ? അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായി? 10 ആയില്ലേ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം എഫ് മൈനസിലെ പാരന്റ് ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആയി. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ അവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോൺ സമം 8. പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ഓക്കെ, സംശയമില്ലല്ലോ. എഫ് മൈനസ് ആണ്. മൈനസ് ആകുമ്പോൾ 1 ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്യില്ലേ? അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണത്തിൽ വ്യത്യാസമില്ല, 9 ഇലക്ട്രോൺ തന്നെ. ഇലക്ട്രോൺ എത്ര എണ്ണമായിട്ട് മാറി? 10 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ O2 മൈനസ് നമ്മൾ എഴുതി, എഫ് മൈനസ് എഴുതി. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത്, ഞാൻ മുകളിലോട്ട് എഴുതാം. ഓക്കെ, Na+ലെ പാരന്റ് ആറ്റം എന്ന് പറയുന്നത് സോഡിയം. ഓക്കെ, അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പൊ അവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോൺ സമം 11, ഇലക്ട്രോൺ സമം 11. ഓക്കെ, പക്ഷേ Na+ ആണ്. അപ്പൊ 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ലോസ് ചെയ്യുന്നു. അപ്പോൾ പ്രോട്ടോണിൽ വ്യത്യാസം ഉണ്ടാടെ. പ്രോട്ടോൺ 11 തന്നെ, ഇലക്ട്രോൺ എത്രയായിട്ട് മാറുന്നു? 10 ആയിട്ട് മാറും. ക്ലിയർ. അടുത്ത ആരാ? Mg2+. പാരന്റ് ആറ്റം മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. അപ്പൊ അവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോൺ സമം 12, ഇലക്ട്രോൺ സമം എത്ര? 12. അപ്പൊ 2+ ആണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്യും? 2 ഇലക്ട്രോൺ ലോസ് ചെയ്യൂലേ? അപ്പൊ പ്രോട്ടോണിൽ വ്യത്യാസം ഉണ്ടാ. 12 ഇലക്ട്രോൺ പ്രോട്ടോൺ തന്നെ, ഇലക്ട്രോൺ എത്രയായിട്ട് മാറി? 10 എണ്ണമായിട്ട് മാറി. അപ്പൊ 4 അയോണിക് കോമ്പൗണ്ടുകളാണ് എഴുതിയത്. ഏതൊക്കെയാണ്? O2 മൈനസ്, എഫ് മൈനസ്, Na+, Mg2+. നിങ്ങൾ നോക്കിക്കേ, ഓരോന്നിലെയും പ്രോട്ടോണിന്റെ എണ്ണം. O2 മൈനസില് പ്രോട്ടോൺ എന്ന് പറയുന്നത് എത്ര പ്രോട്ടോൺ ആണ്? 8 പ്രോട്ടോണും എത്ര ഇലക്ട്രോൺ ആണ്? 10 ഇലക്ട്രോൺ. ഓക്കെ, അടുത്ത എഫ് മൈനസിലാണെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? എഫിലാണെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? ഫ്ലൂറിലാണെങ്കിൽ 9 പ്രോട്ടോൺ 9 ഇലക്ട്രോണും ഉണ്ട്. മൈനസ് ചാർജ് ആകുമ്പോൾ എത്രയാണ്? 1 ഇലക്ട്രോണും കൂടെ കിട്ടും. അപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 10 ഇലക്ട്രോൺ ആയി. അടുത്ത Na+ലാണെങ്കിൽ സോഡിയം എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 11 ആണ്. പക്ഷെ അവിടെ പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ട്? 11 പ്രോട്ടോൺ ഉണ്ട്. ഇലക്ട്രോണും 11 ഉണ്ട്. പ്ലസ് ചാർജ് ആകുമ്പോൾ 1 ഇലക്ട്രോൺ ലോസ് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺ എത്രയായിട്ട് മാറി? 10 ഇലക്ട്രോൺ ആയി. Mg2+ലാണെങ്കിൽ അറ്റോമിക് നമ്പർ 12 ആണ്. 12 ആകുമ്പോൾ എന്താണ്? പ്രോട്ടോൺ 12, ഇലക്ട്രോൺ 12. 2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യലടെ. അപ്പൊ നിങ്ങൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം വ്യത്യാസമുണ്ട്. എന്തിന്റെ എണ്ണം സെയിം ആയിട്ട് വരുന്നു? ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിട്ട് വരുന്നു. ഇപ്പൊ 4 അയോണിക് കോമ്പൗണ്ടുകളിൽ എന്തിന്റെ എണ്ണമാണ് സെയിം ആയിട്ട് വരുന്നത്? ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിട്ട് വരുന്നു. പ്രോട്ടോണിന്റെ എണ്ണത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് പ്രോസസ്. ഐസോ ഇലക്ട്രോണിക് പ്രോസസ് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ്. അപ്പൊ പഠിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഐസോ ഇലക്ട്രോണിക് പ്രോസസ് എന്ന് ചോദിച്ചാൽ, ആറ്റംസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഡിഫറിംഗ് പോസിറ്റീവ് ചാർജ്. എന്താണ്? ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കണം, അതിന്റെ ചാർജിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് പ്രോസസ് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഓർക്കുക നമ്മൾ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്? സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അയോണിക് റേഡിയസ് ആണ്. അപ്പൊ അയോണിക് റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് എന്താണ് ആറ്റംസ് എടുത്തിട്ട് അതിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നൊരു ലൈൻ വരച്ചു. ആ ഡിസ്റ്റൻസിനെയാണ് അയോണിക്, അല്ലെ? അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ആൻ ആറ്റം ഈസ് നോൺ ആസ് എന്താണ്? അയോണിക് റേഡിയസ്. അപ്പൊ എന്താണ് അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ? റേഡിയസ് ഓഫ് ആൻ ആറ്റം ഈസ് നോൺ ആസ് ഏതാ? അയോണിക് റേഡിയസ്. അതിനുശേഷം എന്താണ്? ഞാൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. ഗെയിൻ ചെയ്യുമ്പോൾ എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജും. ലോസ് ചെയ്യുമ്പോൾ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജും, അല്ലെ? അപ്പൊ സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 11 ആണ്, അല്ലെ? അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2, 8, 1 അവിടെ ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോൾ എന്താണ്? Na+ ആയി. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ എണ്ണയിൽ എത്രയാണ്? 11 പ്രോട്ടോണും ഉണ്ട്, 11 ഇലക്ട്രോണും ഉണ്ട്. ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവെന്ന് 11 എന്ന് പറയുന്ന എത്തായിട്ട് മാറി? 10 ആയിട്ട് മാറി. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ക്ലോറിൻ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 17 ആണ്. അതിൽ 17 പ്രോട്ടോണുമുണ്ട്, 17 ഇലക്ട്രോണും ഉണ്ട്. അതിന്റെ കോൺഫിഗറേഷൻ എന്താണ്? 2, 8, 7 ആണ്. ഒരു ഇലക്ട്രോൺ നേടുന്നു. അപ്പൊ എന്ത് ചാർജാണ് വരുന്നത്? നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ്? 2, 8 എത്രയായിട്ട് മാറി? 8. അപ്പൊ പ്രോട്ടോണിൽ വ്യത്യാസമില്ല, ഇലക്ട്രോൺ ഒന്നും കൂടി ആഡ് ചെയ്തു, അല്ലെ? അപ്പൊ അതിനുശേഷം നമ്മൾ എടുത്തത് രണ്ട് എന്താണ്? ആർ കാറ്റയോൺ, എന്താണ്? ആർ ആനയോൺ. രണ്ട് ആറ്റത്തിനെ എന്താണ്? ഒരാറ്റത്തിന് ആർ കാറ്റയോൺ എന്നും ഒരാറ്റത്തിന് ആർ ആനയോൺ എന്നും എടുത്ത്. അപ്പൊ അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർ കാറ്റയോണിന്റെയും ആർ ആനയോണിന്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞ ടോപ്പിക്കാണ് അതിനുശേഷം വരുന്നതാണ് എന്താണ്? 4 അയോണിക് കോമ്പൗണ്ടുകൾ ഇട്ടു. ഏതൊക്കെയാണ്? O2-, F-, Na+, Mg2+. ഇത് എക്സാമിന് ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടാണ്. ഇത്രയും സാധനങ്ങൾ തരും. ഇതിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് കാണിക്കുന്നത് ഏതാണെന്നാണ് എടുത്തെഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിലെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് കാണിക്കുന്നതാണ്. അപ്പൊ ചില ക്വസ്റ്റ്യനുകളിൽ ചിലപ്പോൾ എന്താണ്? ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം അല്ലാത്തതൊക്കെ കാണാം. അപ്പൊ ഞാനിതെല്ലാം സെയിം ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ചില ക്വസ്റ്റ്യനിൽ കുറെ കാണുന്നതിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം അല്ലാത്തത് കാണാം. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയി വരുന്നത് മാത്രമേ നിങ്ങൾ എന്തായിട്ട് എഴുതാവുള്ളൂ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആയിട്ട് എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ O2- എടുത്തു, അല്ലെ? ഇമ്പോർട്ടന്റ് ആവുന്നതാണ് ഒരിക്കൽ കൂടെ പറയുന്നത്. O2- പാരന്റ് ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്, അല്ലെ? അപ്പൊ ഓക്സിജനിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 8 പ്രോട്ടോൺ ഉണ്ട്, 8 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2- ആണ്. 2- ആകുമ്പോൾ 2 ഇലക്ട്രോണും കൂടെ നമുക്ക് കിട്ടും. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. പ്രോട്ടോൺ അപ്പോഴും എത്രയാണ്? 8 എണ്ണം. ഓക്കെ, സംശയമില്ലല്ലോ. ഇപ്പൊ F- പാരന്റ് ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഓക്കെ, അപ്പൊ 9 പ്രോട്ടോൺ ഉണ്ട്, 9 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ F- ഒരു ചാർജ്, അപ്പൊ ഒരു ഇലക്ട്രോണും കൂടെ വരും. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. ഇപ്പൊ Na+ലെ പാരന്റ് ആറ്റം സോഡിയമാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്, അല്ലെ? അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ട്? 11 പ്രോട്ടോൺ, 11 ഇലക്ട്രോൺ. അപ്പൊ പ്ലസ് ചാർജ് ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യും. അപ്പൊ എന്താണ്? ഇലക്ട്രോൺ 11 എന്ന് പറയുന്നത് എത്ര ആയിട്ട് മാറും? 10 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്താണ്? Mg2+, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പൊ 12 പ്രോട്ടോൺ ഉണ്ട്, 12 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഇവിടെ 2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ലോസ് ചെയ്യും. അപ്പൊ 12 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 10 ആയിട്ട് മാറും. അപ്പൊ ഇതിനകത്ത് എന്തിന്റെ എണ്ണമാണ് സെയിം ആയിട്ട് വരുന്നത്? 4 എണ്ണത്തില് ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിട്ട് വരുന്നു. ഏതിന്റെ എണ്ണത്തിലാണ് വ്യത്യാസം? പോസിറ്റീവ് ചാർജിന്റെ എണ്ണത്തിലായിരിക്കും വ്യത്യാസം. അപ്പൊ അങ്ങനെ ഇലക്ട്രോൺ സെയിം ആയിട്ട് വരികയും ചാർജിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരികയും ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് പ്രോസസ് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഐസോ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? ആറ്റംസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഡിഫർ ബൈ ഏതാ? പോസിറ്റീവ് ചാർജ് ഈസ് നോൺ ആസ് ഏതാ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓർഡർ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഓർഡറും കൂടെ നോക്കാം. അപ്പൊ O2- ഗ്രേറ്റർ ദാൻ ഏതാ? F- ഗ്രേറ്റർ ദാൻ ആരാ? Na+,
ഗ്രേറ്റർ ദാൻ Mg2+. ഇതാണ് ഇതിന്റെ ഓർഡറും കൂടെ നോക്കുക. എന്താണ് O2 മൈനസ് ഗ്രേറ്റർ ദാൻ F മൈനസ് Na+ ആൻഡ് Mg2+. ഓക്കെ, ഇപ്പൊ രണ്ട് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാ? അറ്റോമിക് റേഡിയസ്. സെക്കൻഡ് വൺ ഏതാ? അയോണിക് റേഡിയസ്. ഓക്കെ, അപ്പോൾ അറ്റോമിക് റേഡിയസിലാണെങ്കിൽ 3 പ്രോസസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? മെറ്റാലിക് എന്താണ് കോവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് ആൻഡ് വാണ്ടർവാൾസ് റേഡിയസ്. അയോണിക് റേഡിയസിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഏത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് അല്ലേ. അപ്പൊ അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ആൻ ആറ്റം ഈസ് നോൺ ആസ് ഏതാ? അയോണിക് റേഡിയസ്. അവിടെയാണ് അയോണിക് റേഡിയസ് സമം എന്താ? ആർ കാറ്റയോൺ പ്ലസ് ഏതാ? ആർ ആനയോൺ എന്ന് പറയുന്നതാണ്. അത് രണ്ടിൻ്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ എന്ന് പറയുന്ന അയോണിക് റേഡിയസ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. ഇത് പഠിച്ചോളണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്. അത് എങ്ങനെ ചോദിക്കുന്നത് ചോദിച്ചാൽ കുറേ അയോണിക് കോമ്പൗണ്ടുകൾ നിങ്ങൾക്ക് തരും. അതിനകത്ത് ഇലക്ട്രോൺസ് ഇതുപോലെ നിങ്ങൾ എഴുതണം. ഇലക്ട്രോൺ സെയിം ആയിട്ട് വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കണം. ചിലതിലൊക്കെ ഇലക്ട്രോൺ സെയിം അല്ലാത്തതൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോൺ സെയിം ആയിട്ടുള്ളത് മാത്രം എടുത്തെഴുതി കൊടുക്കുക. അതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.